അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഞാനിന്ന് കണ്ണീറിനെ കുറിച്ചുള്ള ഒരു പഠനം, അതിനെക്കുറിച്ച് ഖുർആൻ എന്തു പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ അതിനെക്കുറിച്ച് എന്ത് പരാമർശമുണ്ട്, അത് യാഥാർത്ഥ്യമാണോ, യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെ അതിൻ്റെ പ്രതിവിധി എന്ത് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങളാണ് ചുറ്റുപാടുകളെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് നൽകുന്നത്. കാഴ്ചയും കേൾവിയും സ്പർശനവും മറ്റും തരുന്ന അറിവുകൾ നന്നേ പരിമിതിയും ദുർബലവുമാണ്. ഒരു നിശ്ചിത ആവൃത്തിയിൽ കൂടുതലോ കുറവോ ആയ ശബ്ദം മനുഷ്യന് കേൾക്കാനാവില്ല. നിശ്ചിത അകലത്തിനപ്പുറം കാണാൻ നമുക്ക് കണ്ണുകൾ അശക്തമാണ്. മനുഷ്യന്റെ അറിവിനും അനുഭവത്തിനും അപ്പുറം അനേകം രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കണ്ടാലേ വിശ്വസിക്കൂ എന്ന നിലപാട് അത് കാരണം ശരിയല്ല. സൃഷ്ടികൾക്ക് കാണാൻ കഴിയാത്ത പ്രതിഭാസങ്ങൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളും പ്രശ്നങ്ങളും നിഷേധിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നത് ശരിയല്ല. ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. കണ്ണേറിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഞാൻ ആദ്യമായി നിങ്ങളെ മുൻപിൽ വെക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തെ ഒരു സംഭവം ഞാൻ വിവരിക്കാം. നബിയും ചില സ്വഹാബികളും ഒരു നദീതീരത്തിലൂടെ യാത്ര ചെയ്യുന്നു. ജഹ്ഫയിലെ ഷുഅബുൽ ഖറാനിലെത്തിയപ്പോൾ അവിടെ സുഹൈൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹു കുളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഏറെ സുന്ദരനാണ്, ഭംഗിയുള്ളവരാണ്. ആമിർ ബിൻ റബിയ എന്ന സ്വഹാബി അദ്ദേഹത്തെ നോക്കി അത്ഭുതപൂർവം ആശ്ചര്യപൂർവം പറഞ്ഞു, മണിയരയിൽ കഴിയുന്ന യുവതികളിൽ പോലും ഇത്ര സൗന്ദര്യം ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് സഹൽ പനി ബാധിക്കുകയും ബോധരഹിതനായി വീഴുകയും ചെയ്തു. അദ്ദേഹത്തെ തിരുനബിയുടെ ഹളറത്തിൽ കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരെങ്കിലും ഇദ്ദേഹത്തിൽ കണ്ണുവെച്ചതായി നിങ്ങൾക്ക് സംശയമുണ്ടോ? ആമിർ ബിൻ റബീയെ സംശയമുണ്ടെന്ന് ചില സ്വഹാബികൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിളിച്ച് അല്പം ദേഷ്യത്തോടെ ഈർഷ്യത്തോടെ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനെ കൊല്ലുന്നത്? അദ്ദേഹത്തിൽ നിനക്ക് അത്ഭുതമുളവാക്കുന്ന എന്തെങ്കിലും കണ്ടാൽ അദ്ദേഹത്തിന് അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൂടായിരുന്നോ എന്ന് ദേഷ്യത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. ഈ സംഭവം ഇമാം അഹ്മദ്, നസായി, ഇബ്നു ഹിബ്ബാൻ തുടങ്ങിയ ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാൻ ഇത് ഹദീസ് സ്വഹീഹാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്.
ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിലെ 13-ാം വാള്യം 114-ാം പേജിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണേറിന്റെ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു. സൂറത്തുൽ അലക്കിലെ 51-ാം സൂക്തത്തിലൂടെ വിശുദ്ധ ഖുർആനും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. കണ്ണേറ് യാഥാർത്ഥ്യമാണെന്നുള്ള കാര്യം സൂറത്തുൽ അലക്കിലെ 51-ാം സൂക്തത്തിലൂടെ വിശുദ്ധ ഖുർആനും സൂചിപ്പിക്കുന്നുണ്ട്. വഇൻ യകാദുല്ലദീന കഫറൂ ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ الذിക്റ വയഖൂലൂന ഇന്നഹു മജ്നൂൻ. സൂറത്തുൽ ഖലമിലെ 51-ാം വാക്യത്തിൽ സൂക്തത്തിൽ ഈ കാര്യം അംഗീകരിക്കുന്നുണ്ട്. ഈ ഖുർആൻ കേൾക്കുമ്പോൾ സത്യനിഷേധികൾ വീഴ്ത്തിക്കളയാൻ പാകത്തിൽ താങ്കളെ തുറിച്ചു നോക്കുന്നുണ്ട്. ഇയാളൊരു ഭ്രാന്തൻ തന്നെ എന്ന് പുലമ്പുന്നവരും എന്ന് പറയുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. കണ്ടോ, അവരുടെ ദൃഷ്ടിയെക്കുറിച്ച്, തുറിച്ചു നോട്ടത്തെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നു. ഈ ഖുർആനിക ആയത്തിന്റെ തഫ്സീറിൽ കണ്ണേറ് തട്ടും എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് വ്യക്തമാക്കിയ ഖുർആൻ വ്യാഖ്യാതാക്കളുണ്ടെന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറുൽ കബീറിന്റെ 30-ാം വാള്യത്തിലെ 218-ാം പേജിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. കണ്ണേറ് യാഥാർത്ഥ്യമാണെന്ന് വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. സഹീഹ് ബുഖാരിയിൽ ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് യാഥാർത്ഥ്യമാണ്. ബുഖാരിയിലെ 5488-ാം നമ്പറായി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്, കണ്ണേറ് തട്ടുമെന്നതും എന്നത് സ്ഥിരപ്പെട്ടതും അനുഭവ യാഥാർത്ഥ്യവുമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുബാധയിൽ നിന്നും കണ്ണേറിൽ നിന്നും അള്ളാഹുവോട് സംരക്ഷണം തേടാറുണ്ടായിരുന്നു എന്ന ഹദീസ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അൻ നബി സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യതഅവ്വദു മിനൽ ജാന്നി വമിൻ ഐനിൽ ഇൻസാൻ. ഉണ്ടോ, ജിന്നുബാധയിൽ നിന്നും കണ്ണേറിൽ നിന്നും അള്ളാഹുവോട് സംരക്ഷണം തേടാറുണ്ടായിരുന്നു. മറ്റൊരു ഹദീസ്, ഇമാം ബസാർ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ്, അള്ളാഹുവിന്റെ ഖദറിനും അളാഇനും ശേഷം എന്റെ സമുദായത്തിലെ ഭൂരിഭാഗം ആളുകളുടെയും മരണകാരണം കണ്ണേറാണെന്ന് ഇമാം ബസാർ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഫത്തുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്. ഖല സല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറു മൻ യമൂതു മിൻ ഉമ്മത്തി ബഅദ ഖളാഇല്ലാഹി വഖദ്രിഹി ബിൽ അൻഫുസി ഖാല റാവി യഅനി ബിൽ ഐൻ എന്ന ഹദീസ് ഉണ്ടോ. ഖളാഇനും ഖദറിനും ശേഷം എന്റെ ഉമ്മത്തിലെ മരണകാരണങ്ങളിൽ വെച്ച് ഏറ്റവും അധികരിച്ചത് കണ്ണേറാണെന്ന് ബസാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കണ്ണേറ് മനുഷ്യനെ ഖബറിലേക്കും ഒട്ടകത്തെ വേവ് പാത്രത്തിലും എത്തിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്
തിബ്ബുൻ നവവി 165 പേജിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നൽ ഐന ലതുദ്ഖിലു റജുല ഫിൽ ഖബരി വൽ ജമല ഫിൽ ഖിദരി എന്ന ഹദീസ്. ഒട്ടകത്തെ വേവുപാത്രത്തിലും മനുഷ്യനെ ഖബറിലേക്കും എത്തിക്കും കണ്ണേറുകൊണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ്. ഈ ഹദീസുകളിൽ നിന്നും ഖുർആൻ വചനങ്ങളിൽ നിന്നും നമുക്ക് കണ്ണേറ് യാഥാർത്ഥ്യമാണെന്നും അത് മനുഷ്യരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും നമുക്ക് സുതരാം വ്യക്തമാണ്. ഒരു രോഗിയുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാൾക്ക് രോഗാണുക്കൾ പകർത്തി മറ്റൊരാൾക്ക് രോഗമുണ്ടാക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. ചിലരുടെ കണ്ണിന് ഒരു പ്രത്യേക ശക്തി നൽകാനും അവന്റെ നോട്ടം വഴി മറ്റൊരാളിൽ ചില രോഗങ്ങൾ സൃഷ്ടിക്കാനും കൂടി അല്ലാഹുവിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നതിൽ എന്തപാകതയാണുള്ളത്? കണ്ണേറ് മൂലം രോഗമുണ്ടാകുന്നതെങ്ങനെ എന്ന് ഇമാം നവവി മുഹീദ്ദീനുൻ നവവി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കണ്ണേറ് ഫലിക്കുന്നത് അത്തരം ആളുകൾ നോക്കുന്ന അവസരത്തിൽ അള്ളാഹുവിന്റെ പ്രവൃത്തി മൂലമാണ്. ഈ വ്യക്തി മറ്റൊരാളെ കണ്ണുകൊണ്ട് നേരിടുന്ന അവസരത്തിൽ അയാളിൽ രോഗമുണ്ടാക്കുക എന്ന പതിവ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് അഹ്ലുസുന്നയുടെ അഭിപ്രായമെന്ന് ശറഹ് മുസ്ലിമിൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീനുൻ നവവി തങ്ങൾ എഴുതി വെച്ചതായിട്ട് കാണാം. അപ്പോൾ കണ്ണേറ് യാഥാർത്ഥ്യമാണ്. അതിന് പ്രതിവിധിയായി മന്ത്രിക്കാൻ ധാരാളം മന്ദിരങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന് ജിബ്രീൽ മുഖേന പഠിപ്പിച്ചിട്ടുണ്ട്. ജിബ്രീൽ പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ തന്നെ സ്വഹാബാക്കളോട് മന്ത്രിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ താൽക്കാലികമായി ഞാൻ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അറിവുകളൊക്കെ മനസ്സിലാക്കി ഇതനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.